നമുക്ക് പരിശുദ്ധാത്മാവിനെ സ്ഥിരമായിട്ട് വേണം, അല്ലേ? ഒരു കാര്യത്തിന് വേണ്ടി മാത്രമല്ല, എപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിന് വേണം. എപ്പോഴും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ഒരു സഹായകനെ ഞാൻ തരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതെപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കണം. ഒരിക്കൽ കിട്ടി ഹല്ലേലൂയ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, എപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിന് വേണം. അങ്ങനെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ പരിശുദ്ധാത്മാവിനെ കിട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി സഭ നമ്മുടെ മുമ്പിൽ 7 വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് പറയണം. ജീവിതത്തിന് തുടക്കം മുതൽ, ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ ആരംഭിക്കുന്ന സമയം മുതൽ അവസാനം നിത്യജീവൻ്റെ വാതിൽ തുറക്കപ്പെടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കൊണ്ടിരിക്കാൻ 7 വാതിലുകൾ പരിശുദ്ധാത്മാവ് സഭ തുറന്നു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? കൂദാശകൾ. 7 കൂദാശകൾ. പറഞ്ഞേ ഹല്ലേലൂയ. വേദപാഠ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്നുകൂടെ ഒന്ന് റിമൈൻഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തെ കൂദാശ ഏതാണ്? എല്ലാ കൂദാശകളുടെയും വാതിലായിട്ടുള്ള കൂദാശ മാമോദീസ. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ടോ ആ സമയത്ത്? ഉണ്ട്. അഭിഷേക തൈലത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. തളിക്കപ്പെടുന്ന ജലത്തിൻ്റെ രൂപത്തിൽ, ഒഴിക്കുന്ന ജലത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. പരിശുദ്ധാത്മാവ് ഇറങ്ങുമ്പോഴത്തേന് എന്നാ സംഭവിക്കുന്നത്? 3 കാര്യങ്ങൾ. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമത്തിൽ മാമോദീസ സ്വീകരിച്ച് ഒരു കുഞ്ഞ് പുതിയ സൃഷ്ടിയായിട്ട് മാറുമ്പോൾ പിതാവിൻ്റെ പുത്രൻ പുത്രിയായിട്ട് മാറുന്നു. പരിശുദ്ധാത്മാവിൻ്റെ, ഇപ്പം പറഞ്ഞാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഭവനം വാസഗേഹമായി മാറുന്നു. ഈശോയുടെ മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗമായി മാറുന്നു. അന്ന് മുതൽ നിങ്ങൾക്ക് കുർബാനയ്ക്ക് പോകാം, ബലിയർപ്പിക്കാം, ബലിയർപ്പണത്തിൻ്റെ ഭാഗമായി മാറാം. 3 കാര്യങ്ങൾ മാമോദീസയിലൂടെ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ പിതാവിൻ്റെ മകനാകുന്നു, മകളാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ വാസഗേഹമാകുന്നു, മിശിഹായുടെ രാജകീയ പൗരോഹിത്യത്തിൻ്റെ ഭാഗമാകുന്നു. ഒറ്റ വാക്കിൽ പുതിയ സൃഷ്ടിയായി മാറുന്നു. ആരാണ് നവീകരിക്കുന്നത്? ഈ പുതുതാക്കുന്ന ചൈതന്യം ആരാണ്? പരിശുദ്ധാത്മാവാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സഭയൊരമ്മയായിട്ട് ഈ കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന സമയമാണ് മാമോദീസ. ഇത് ഹൃദയത്തിൽ സൂക്ഷിക്കണേ. സഭ ഒരമ്മയായി ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്ന കൂദാശയാണ് ഇത്, മാമോദീസ. ആരിലൂടെയാണ് ആ ചൈതന്യം പകരപ്പെടുക? പരിശുദ്ധാത്മാവിലൂടെ. രണ്ടാമത്തെ കൂദാശ ഏതാണ്? കൺഫർമേഷൻ. സ്ഥൈര്യ ലേപനം, സ്ഥിരപ്പെടുത്തുന്ന കൂദാശ. പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ട്. വരങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയ്ക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെ വിളിച്ചിറക്കിക്കൊണ്ടാണ് ആ കൂദാശ പരികർമ്മം ചെയ്യുക. സഭയാകുന്ന അമ്മ ഈ കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിക്കുന്ന കൂദാശയാണ്. കുഞ്ഞിൻ്റെ കാലുകളെ ഉറപ്പിച്ച് നിർത്തുന്ന കൂദാശയാണ് ഇത്, സ്ഥൈര്യലേപനം. കുഞ്ഞിനെ സ്ഥിരപ്പെടുത്തുകയാണ്, നടക്കാൻ പഠിപ്പിക്കുന്ന കൂദാശ. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന കൂദാശ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തെ കൂദാശ നമുക്ക് കുമ്പസാരത്തെ എടുക്കാം. സഭയാകുന്ന അമ്മ ഈ കുഞ്ഞ് വീണുപോയാൽ അതിൻ്റെ ദേഹത്തുള്ള മുറിവുകളെ ഉണക്കുകയും ചെളിയൊക്കെ കഴുകിക്കളയുകയും ചെയ്യുന്ന പരിശുദ്ധമായ ഒരു സ്നാനമാണ് വിശുദ്ധ കുമ്പസാരം. പരിശുദ്ധാത്മാവ് ഉണ്ടോ? ഉണ്ട്. മുമ്പേ നമ്മൾ പറഞ്ഞു, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ, നിങ്ങളുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരത്തിനൊക്കെ ഏറ്റവും പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുക. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, സഭയുടെ ഏറ്റവും വലിയ ഭൂതോച്ചാരണ ശുശ്രൂഷയാണ് എന്ത്? വിശുദ്ധ കുമ്പസാരം. തിന്മയെ പുറത്താക്കി കളയേണ്ട സമയമാണത്. അതുകൊണ്ട് ചില സമയത്ത് പിശാച് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രലോഭനങ്ങളൊന്നാണ് കുമ്പസാരം നീട്ടിവെക്കുക എന്നുള്ളത്. വിശുദ്ധരൊക്കെ പറയുന്നൊരു കാര്യമാണ്, നിങ്ങളുടെ ബുക്ക് ചെറുതാക്കി വെക്കണം എന്ന് പറയാം. പാപത്തിൻ്റെ ബുക്ക് ചെറുതായിരിക്കണം. പണ്ട് നമ്മൾ ഈ മൊബൈൽ ഫോണൊക്കെ വരുന്നതിന് മുമ്പ് കടയിൽ സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു ലിസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുക. ഒരു പന്നം പിടിച്ചൊരു ബുക്ക് നമ്മുടെ എല്ലാം വീട്ടിൽ കാണില്ലായിരുന്നു? ഒരു പ്ലാസ്റ്റിക് കവറുള്ള, ഇതിനകത്താണ് മുഴുവൻ കണക്കും ഫോൺ നമ്പറുകളും ഒക്കെ ഉള്ളത്. നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നത്? എൻ്റെ ചാച്ചൻ മരിച്ചപ്പോഴത്തേനും ബെഡിൻ്റെ അടിയിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചു. ചാച്ചൻ ആരുടെയൊക്കെ ഫോൺ നമ്പറുകളൊക്കെ വെച്ചേക്കുന്നത്, പിന്നെ കണക്ക് ആർക്കും കൊടുക്കാനുള്ളതൊന്നുമില്ല, കിട്ടാനുള്ളത് കുറേ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അങ്ങനെ കുറേ കണക്കുകളൊക്കെ എഴുതി വെച്ചേക്കുന്നത്. കുഞ്ഞു ബുക്ക്, പറ്റ് ബുക്കൊക്കെ നമ്മൾ വെക്കുന്ന പോലെ. വിശുദ്ധർ പറയുകയാണ്, നിങ്ങളുടെ ബുക്ക് പറ്റ് ബുക്ക് പോലെ ആയിരിക്കണം. അതെൻ്റെ വാക്കാണ്. കുഞ്ഞു ബുക്കായിരിക്കും, വലിയ നോട്ട് ബുക്ക് ആയിരിക്കും. എന്ന് വെച്ചാൽ പാപം ഇങ്ങനെ കൂട്ടി വെക്കരുത്, കനം കൂടും. പകരം ഒരു കുഞ്ഞു ബുക്കായിരിക്കണം. ആ കുഞ്ഞു ബുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി പറ്റ് ക്ലോസ് ചെയ്യണം, കുമ്പസാരിക്കണം എന്ന്. ചേർന്ന് തന്നെ ഹല്ലേലൂയ. അതേത് വിശുദ്ധം പറഞ്ഞാണോ? തൽക്കാലം എന്നെ അങ്ങ് എടുക്കുക. ചേർന്ന് തന്നെ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? പാപത്തിൻ്റെ കണക്ക് കൂട്ടി വെക്കരുത്, പെട്ടെന്ന് ക്ലീൻ ചെയ്യുക. നിങ്ങളോട് ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും ഇത് മനസ്സിലേക്ക് ഒന്നുകൂടെ ഒന്ന് ഹൃദയത്തിലേക്ക് എടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പയുടെ അടുത്ത് ഒരു കൊച്ച് ആദ്യ കുർബാന സ്വീകരിച്ച ഒരു കൊച്ച് ഇങ്ങനെ പോയി ചോദിച്ചു, പാപ്പ ഞാൻ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണോ? സ്വീകരിച്ചോട്ടെ എന്ന് ചോദിച്ചു. മാർപ്പാപ്പ ഒരു കുഞ്ഞു പിള്ളേരുമായിട്ടുള്ള ആദ്യ കുർബാന സ്വീകരിച്ച കുഞ്ഞുങ്ങളോടുള്ള എന്തോ ഒരു ഓഡിയൻസാണ്. ഞാൻ എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണോ? പാപ്പ പറഞ്ഞു എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കണം. കൊച്ച് വിട്ടില്ല. ബുദ്ധിമാനായ പാപ്പായെ കൊടുക്കാനാണെന്നല്ല, നിഷ്കളങ്കതയെ ചോദിച്ചു, എല്ലാ ദിവസവും ഞാൻ കുമ്പസാരിക്കണോ എന്ന് ചോദിച്ചു. പാപ്പ പറഞ്ഞു എല്ലാ ദിവസവും കുമ്പസാരിക്കണ്ട. കൊച്ചു പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും പാപം ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. പാപ്പ മിണ്ടില്ല.
കൊച്ചു പിന്നെയും ചോദിച്ചു, എല്ലാ ദിവസവും ഞാൻ കുർബാന സ്വീകരിച്ചോട്ടെ? ഇനി എന്നെ ഉത്തരം പറയും. അതായത് അയോഗ്യതയോടുകൂടി വിശുദ്ധ രഹസ്യങ്ങളെ സ്വീകരിക്കരുതെന്ന് പറയുന്നു. മാർപ്പാപ്പയാണിത് ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടത്. ലോകം മുഴുവൻ ശ്രദ്ധിക്കും. അപ്പോൾ പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായിരിക്കണം. പരിശുദ്ധാത്മാവിനെ ആർഭാടമായിട്ട് ഓടിയിറങ്ങി നടക്കുന്ന ഒരു പാപ്പയായിരുന്നതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ബെനഡിക്ട് പാപ്പ പറഞ്ഞൊരു കാര്യം ഇതാണ്: നോട്ട് ഡെയിലി ബട്ട് റെഗുലർലി. കുമ്പസാരിക്കണം, നോട്ട് ഡെയിലി ബട്ട് റെഗുലർലി. എല്ലാ ദിവസവും അല്ല കുമ്പസാരിക്കേണ്ടത്, കൂടെ കൂടെ കുമ്പസാരിക്കുക. എന്ന് വെച്ചാൽ ആ കൂടെ കൂടെ ആഴ്ചയിൽ ഒരിക്കലാവാം. നമ്മുടെ ആത്മീയ സ്ഥിതി നമുക്കറിയാലോ, നിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയാമോ, പാപാവസ്ഥ നിങ്ങൾക്കറിയാം. മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നവരുണ്ട്. നിങ്ങളുടെ അവസ്ഥ എന്താണ്? 2 മാസത്തിലൊരിക്കൽ, ആണ്ടിലൊരിക്കൽ, അങ്ങനെയുള്ളവരാണോ? ഈസ്റ്റർ വരുന്നു, ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കാനുള്ള സമയമായി മാറിയിരിക്കുന്നു. ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണം എന്നാണ് സഭ അപേക്ഷിക്കുന്നത്. പ്ലീസ്, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കും. ആണ്ടിലൊരിക്കൽ കുമ്പസാരിക്കാനല്ല. പ്രിയപ്പെട്ട സോറികളെ, ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്ന വചനം കേൾക്കാൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ, സ്ഥിരമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടണമെങ്കിൽ കൂടെ കൂടെ കുമ്പസാരിക്കുക. എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ, മാസത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചേക്കും. ആഴ്ചയിലൊന്ന്. വെരി ഗുഡ്. ക്ലീനായിട്ടിരിക്കുന്നത് നല്ലതല്ലേ? ആണോ? നല്ലതാണ്. അത് അത്രയും വലിയ പാപമൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാലോ നിങ്ങളുടെ അവസ്ഥ. കുമ്പസാരിച്ചോ കൂടെ കൂടെ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ പാപം തന്നെ ആവർത്തിച്ചിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ കഴിഞ്ഞ ആഴ്ച, ഇന്നലെയൊക്കെ നിങ്ങൾ വീട് മിറ്റം അടിച്ചു വാരിയില്ലേ? ഇന്ന് ആ മിറ്റത്തോട്ട് നോക്കുക, അതേ റബ്ബറിൻ്റെ ഇല തന്നെയാണ് വന്ന് വീണേക്കുന്നത്. ഇന്നലെ അടിച്ചു വാരി മിറ്റാ, ഇന്നലെ ഇതേ ചൂല ഉപയോഗിച്ചത്, ഇന്നലെ ഇതേ റബ്ബറിൻ്റെ ഇലയാ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ കൈയും കെട്ടിയിരിക്കാറുണ്ടോ? ഇല്ല. വീടിൻ്റെ മിറ്റം വൃത്തികേടാകുമെന്ന് അറിയാവുന്ന നിങ്ങൾ ആ വീടിൻ്റെ മിറ്റം എല്ലാ ദിവസവും അടിച്ചു വാരും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്ന നിങ്ങളുടെ ആലയം ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, വർഷത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യേണ്ടതല്ല എന്ന് ഇതിനാൽ പ്രഖ്യാപിക്കുന്നു. കൂടെ കൂടെ കുമ്പസാരിക്കുക, നീട്ടി വെക്കരുത്. 2 മാസം 3 മാസമൊക്കെ ആയിപ്പോയാൽ നമ്മളെ ഉപ്രാസ്യാമി ആവും. മരിച്ചാലും മറക്കത്തില്ല. ഏത്? മറ്റവൻ്റെ പാപം. നമ്മുടെ പാവം നമ്മൾ മറക്കും 3 മാസം കഴിയുമ്പോൾ. കുമ്പസാരം നടക്കത്തുമില്ല. മിക്കവാറും അവസാനം പോയിട്ട് ഞാൻ പറഞ്ഞതും പറയാൻ ഞാൻ അനുവദിക്കാത്തതുമായ എൻ്റെ എല്ലാ പാപങ്ങളും, പറയാൻ എനിക്ക് തോന്നാത്തതുമായ എൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ കൂടെ കൂടെ കുമ്പസാരിച്ചേക്കുക. എവിടെയോ വായിച്ചതാണ്. 40 വയസ്സായ ചേട്ടാ, 40 വയസ്സായി, 40 വർഷമായിട്ടും എല്ലാ ദിവസവും പല്ല് തേക്കുന്നുണ്ട്. 40 വർഷമായിട്ട് പല്ല് തേക്കാണ്. പക്ഷേ നാളെ പല്ല് തേച്ചില്ലെങ്കിൽ നാളെ വാ മണക്കും. ആണോ? മഹാതത്വമാണ്, നട്ടുച്ചയ്ക്ക് പഠിക്കാൻ പറ്റിയ തത്വം. 40 വയസ്സുകാരും ഇല്ലല്ലേ? എന്നാൽ 80. കഴിഞ്ഞ 80 വർഷമായിട്ട് പല്ല് തേക്കുന്നുണ്ട്. പക്ഷേ അമ്മച്ചി നാളെ പല്ല് തേച്ചില്ലെങ്കിൽ മണക്കും. ഇത്രയാണ് കാര്യം. കഴിഞ്ഞ ഇത്രയും നാൾ ഞാൻ കുമ്പസാരിച്ചു, ഇത്രയും ദിവസം കുമ്പസാരിച്ചു. നോ, കുമ്പസാരിക്കണം, വിശുദ്ധിയിലായിരിക്കണം. ഇല്ലെങ്കിൽ വല്ലാത്ത മണമായിരിക്കും. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവ് സഭയോട് ചേർന്ന്, സഭ നമ്മളെ പരിശുദ്ധാത്മാവോട് ചേർന്ന് നമ്മളെ കുളിപ്പിച്ചെടുക്കുന്ന, നമ്മുടെ പാപത്തിൻ്റെ മുറിവുകളെയൊക്കെ വെച്ച് കെട്ടുന്ന കൂദാശയാണിത്, വിശുദ്ധ കുമ്പസാരം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്ക് ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ പറ്റുന്ന 2 കൂദാശകളാണ്. ഒന്ന് കുമ്പസാരവും, 2 വിശുദ്ധ കുർബാനയും. 4-മത്തെ കൂദാശയായിട്ട് നമുക്ക് എടുക്കേണ്ടതാണ് ഒരമ്മ തൻ്റെ കുഞ്ഞ് വളരാൻ വേണ്ടി കൊടുക്കുന്ന ആത്മീയ ഭക്ഷണമാണ് വിശുദ്ധ കുർബാന. ജന്മം നൽകിയെന്ന് മാത്രമല്ല, കുഞ്ഞിനെ നടക്കാൻ പഠിപ്പിച്ചെന്ന് മാത്രമല്ല, കുഞ്ഞിനെ കുളിപ്പിക്കുക മാത്രമല്ല, ഈ കുഞ്ഞ് നല്ല ആരോഗ്യത്തോടു കൂടി ഇരിക്കാൻ കുഞ്ഞിന് ഭക്ഷണം വേണം. ഒരു കുഞ്ഞിന്, സഭയുടെ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭക്ഷണം ഈ അമ്മ കൊടുക്കുന്നു, വിശുദ്ധ കുർബാന. ഈശോയുടെ ശരീരവും രക്തവും. എപ്പോഴൊക്കെ സ്വീകരിക്കണം? ആഴ്ചയിലൊരിക്കൽ. എന്നും സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് കളയരുത്. നിങ്ങൾ പല രാജ്യങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാ ദിവസവും ഒന്നും കുർബാനയ്ക്ക് പോകാമെന്ന് വെച്ചാൽ ആ സിറ്റുവേഷൻ അനുസരിച്ച് നടക്കില്ലായിരിക്കാം. ആഴ്ചയിലൊരിക്കലൊക്കെ കുർബാനയുണ്ട്, പോവാത്ത ആൾക്കാരുണ്ട്. നിങ്ങളുടെ സാഹചര്യം ഞാൻ വിധിക്കുന്നില്ല. എൻ്റെ അഭിപ്രായം, എൻ്റെ സ്നേഹത്തോടുള്ള ആഹ്വാനം, എല്ലാ ദിവസവും ഈശോയുടെ ശരീരരക്തങ്ങൾ സ്വീകരിക്കുക, എല്ലാ ദിവസവും ബലി അർപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പേരുണ്ടെന്നേ. അതേ ആഴ്ചയിലൊരിക്കലൊന്നും അല്ല കേട്ടോ, എല്ലാ ദിവസവും പറ്റുന്നിടത്തോളം. ഇപ്പോൾ ഓടാൻ പറ്റുന്നുണ്ടല്ലോ, ഇപ്പോൾ ഓട്. നാളെ ഓടാൻ പറ്റാത്തൊരു സമയമൊക്കെ വന്നാലോ അമ്മേ, ഇപ്പോൾ പൊക്കോ. എല്ലാ ദിവസവും. ഞാൻ നിങ്ങളോടൊരു കുഞ്ഞു കാര്യം പറയട്ടെ. പണ്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പോട്ടയിലെ കൺവെൻഷൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങളത് ചിലപ്പോൾ ഓൺലൈനിൽ എവിടെയെങ്കിലും കേട്ട് കാണും. അതായത് ഈശോയുടെ ശരീരരക്തങ്ങൾ മുറിക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചില പൊട്ടാത്ത ചില കാര്യങ്ങൾ, മുറിയാത്ത ചില നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് മുറിച്ചിട്ടുണ്ട്. അത് ഉത്തരം കിട്ടിയത് ഞാൻ ഇങ്ങനെ ഒരു സാക്ഷ്യമായിട്ട് പറഞ്ഞു. അപ്പം അതൊരു പ്രലോഭനമായിട്ട് ആൾക്കാർക്ക് മാറിയെന്നാണ് പിന്നീട് കേട്ടത്. കുറച്ച് പേര്
കുർബാനയുടെ ബാക്കിയുള്ള സമയം ഒന്നും ശ്രദ്ധിക്കില്ല. അച്ഛൻ ആ ശരീരം മുറിക്കുന്ന സമയത്ത് അങ്ങനെയല്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം, നിങ്ങളെ പ്രലോഭിപ്പിക്കാനല്ല, അതൊരു കൾട്ടായിട്ട് മാറരുത്. എനിക്ക് വേറൊരു 2-3 അത്ഭുതങ്ങൾ, ഒത്തിരി എന്നൊക്കെ പറഞ്ഞാൽ അതിശയോക്തിയായിപ്പോയും, അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉള്ളൊരു ജീവിതമല്ല എൻ്റെത്. പക്ഷേ ചില ബുദ്ധിമുട്ടുകൾ, പേഴ്സണലിയും വലിയ ബുദ്ധിമുട്ടുള്ള ചില നിയോഗങ്ങൾ എൻ്റെ മുമ്പിൽ വന്നപ്പോഴും, പ്രത്യേകിച്ച് ഒന്ന് എടുത്തു പറഞ്ഞാൽ ഒരു 3 നിയോഗങ്ങൾ, ഒന്ന് എൻ്റേതായിരുന്നു, 2 വേറെ 2 പേരെയായിരുന്നു. ഇത് നടക്കത്തില്ല എന്ന് തോന്നിപ്പോയ ചില നിയോഗങ്ങൾ. അങ്ങനെയൊക്കെ ഇല്ലേ, ഇത് നടക്കാൻ പോണില്ല എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ചില സമയത്ത്, പക്ഷേ നടക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടല്ലോ. ഒരെണ്ണം എൻ്റെ പേഴ്സണൽ കാര്യത്തിലായിരുന്നു, ബാക്കി 2 ഇവർ വന്ന് പ്രാർത്ഥന പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി, ദൈവമേ ഇത് നടക്കാൻ പോണില്ല എന്ന് മാനുഷികമായിട്ട് എനിക്ക് തോന്നി. എന്നാലും അവരെന്നോട് പറഞ്ഞതാണ്, അച്ഛാ കുർബാന ചെല്ലുമ്പോൾ ഓർത്തേക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മറക്കത്തില്ല, ഉറപ്പായിട്ട് പ്രാർത്ഥിക്കും. പക്ഷേ വിശുദ്ധ കുർബാന കയറുമ്പോൾ അവർക്ക് വേണ്ടി ഈ 2 നിയോഗങ്ങൾക്ക് വേണ്ടി 2 കുർബാന അർപ്പിക്കുന്ന സമയത്തും എൻ്റെ ഉള്ളിൽ ബലിയർപ്പിക്കാൻ കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുകയാണ്, നിൻ്റെ ഇഷ്ടം നടക്കട്ടെ. എൻ്റെ ഉള്ളിൽ അത്ര വിശ്വാസം ഇല്ല ഇത് നടക്കുമെന്ന്. പക്ഷെ എനിക്ക് കർത്താവ് ആദ്യം ചെയ്ത അത്ഭുതം എന്താണെന്നറിയോ? തുറക്കപ്പെടുകയെല്ലാം തോന്നിയൊരു വാതിൽ എൻ്റെ മുമ്പിൽ കർത്താവ് തുറന്നു. ആ വിശ്വാസത്തിലാണ് ഈ 2 പേർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്. ഐ ടെൽ യു, 30 കുർബാനയല്ല, 300 കുർബാനയല്ല, ഒറ്റ കുർബാന, ഒരൊറ്റ വിശുദ്ധ കുർബാനയിൽ നടന്നു. അത് ഞാൻ അർപ്പിച്ചത് കൊണ്ടല്ല, അർപ്പിച്ചത് വിശുദ്ധ കുർബാന ആയതുകൊണ്ടാണ്. അതിൽ പൊട്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുള്ളൂ. അപ്പോൾ ഞാൻ ആ ടോക്കിൽ ഇങ്ങനെ പറഞ്ഞത്, അതായത് ശരീരം മുറിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുക, അത് മുറിയപ്പെടും. ഈ പ്രാർത്ഥന ഞാൻ ചെല്ലിയത് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ തെറ്റിദ്ധരിക്കല്. പിന്നെ ഈ സമയത്ത് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്. വിശുദ്ധ കുർബാനയുടെ മുഴുവൻ സമയവും പൂർണ്ണതയോടെ പങ്കെടുത്താൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങുള്ളൂ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തുള്ളൂ. ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ഓർത്തേക്കണം. ഈ യോഹന്നാൻ 6:56 വചനം ഒന്ന് എടുക്കാമോ? ആ വചനമാണ് എനിക്കൊരു പ്രചോദനമായിട്ട് കിട്ടിയത്. ജോൺ 6:56 എടുക്കാം. ഒത്തിരി വായിച്ചിട്ടുള്ളൊരു വചനം തന്നെയാണ്. യോഹന്നാൻ 6:56 വായിച്ചേ. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഇത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ ബ്യൂട്ടിഫുള്ളായ ടീച്ചിങ് ആണല്ലേ. എന്നാ പറയുന്നത്? വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ച് ഈശോ പറയുന്നത്. എന്താണ് അനുഗ്രഹം? സ്വീകരിക്കുന്ന നിന്നിൽ ഞാൻ വരുന്നു, നീ എന്നിലും. എന്ന് വെച്ചാൽ നമ്മൾ 2 പേര്, ഇനി 2 പേരല്ല, നമ്മളിനി ഒരാളാണ്. നല്ല ശ്രദ്ധിച്ചിരിക്കണേ. ഹൈ തിയോളജിയാണ്, വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കുക. ഇന്ന് നിങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ച നിങ്ങളുടെ ഉള്ളിലേക്ക് ആര് വന്നു? ഈശോ വന്നു. നിങ്ങൾ ആരിലായി? ഈശോയിലായി. വേദപാഠ ക്ലാസ്സിൽ 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ ആദ്യ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് സിസ്റ്റർ പഠിപ്പിച്ച് തന്ന ബ്യൂട്ടിഫുള്ളായ കാര്യമാണിത്. പക്ഷെ നിങ്ങളിന്ന് ശ്രദ്ധിക്കും, ബലിയർപ്പിച്ച് ആ പരിശുദ്ധ കുർബാനയുടെ മുഴുവൻ സമയം നമുക്ക് ഈശോയുടെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെ ചിന്തിച്ചേ, വൈദികൻ നിങ്ങളുടെ കയ്യിലേക്ക്, നിങ്ങളുടെ നാവിലേക്ക് വിശുദ്ധ കുർബാന തരുന്നു. ഈശോയുടെ ശരീരരക്തങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു. ഈ ക്യൂവിൽ നിങ്ങൾ വരുന്നു, കുർബാന സ്വീകരിക്കുന്നു, മടങ്ങിപ്പോകുന്നു. മിനിമം നിങ്ങൾ നിങ്ങളുടെ കസേരയിൽ എത്തുന്നത് വരെ എങ്കിലും ചിന്തിച്ചേ, ശരിക്കും തിരിച്ച് നടന്നു പോകുന്നത് നിങ്ങളാണോ? വിശുദ്ധനായ വലിയൊരു പുണ്യാളം പറയുന്നുണ്ട്, ഒരാൾ കുർബാന സ്വീകരിക്കാൻ വരുമ്പോൾ അയാളുടെ 2 അപ്പുറം ഇപ്പുറയും മാലാക വിളക്കം പിടിച്ചുകൊണ്ട് നടക്കുന്നുണ്ടെന്ന്. കുർബാന കൊണ്ടുവരുന്ന അച്ഛൻ്റെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നല്ല, ഞങ്ങൾക്ക് 1000 പേര് കൂട്ടുണ്ട്. കുർബാന സ്വീകരിക്കാൻ വരുന്ന ആ വ്യക്തിയുടെ ഇടതും വലതും വിളക്ക് പിടിച്ചുകൊണ്ട് മാലാകമാരുണ്ടെന്നാണ് പറയുക. കാരണം വന്നു പോകുന്നത് ആരാണ്? നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ സുവിശേഷം വായിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ലേഖനം വായിക്കുന്ന സമയത്ത് അൾത്താര ശുശ്രൂഷി തിരി കത്തിച്ച് കൈ പിടിച്ചുകൊണ്ട് നിൽക്കും. ആരാധന എഴുന്നള്ളിച്ച് പോകുമ്പോൾ ശുശ്രൂഷകർ സൈഡിൽ തിരി കത്തിച്ച് പിടിക്കും. ഇപ്പോൾ ഇവിടെ ആരാധന ക്ലോസ് ചെയ്തു, അത് നമ്മുടെ സക്രാരിലേക്ക് കൊണ്ട് തിരിച്ചു വെക്കുകയാണ്. ആ സമയത്ത് കൂടെയുള്ള ശുശ്രൂഷി വൈദികൻ്റെ കൂടെ, വൈദികൻ ഒറ്റയ്ക്കല്ല പോകുക, തിരി കത്തിച്ച് പിടിച്ചുകൊണ്ടൊരു ശുശ്രൂഷി കൂടെ നടക്കും. എന്തിനാ അത്? അച്ഛൻ ഇച്ചിരി വെട്ടം കിട്ടിക്കോട്ടെ ആണോ? ആരാ പോകുന്നേ? ഈശോ പോകുന്നു. മാലാഖമാര് 2 തിരിയായിട്ട് അപ്പുറത്ത് നിൽക്കുന്നു എന്ന് വിശുദ്ധര് ദർശനങ്ങൾ കണ്ടത്. ഈ സ്വീകരിച്ചിപ്പോൾ തിരിച്ചു പോകുന്നത് കുഞ്ഞെ നീ അല്ല. ആരാ പോകുന്നേ? ഈശോയാണ്. ആ വചനം ഉറപ്പിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. ആ സമയത്ത് മിനിമം നീ ആ കസേരയിലേക്ക് തിരിച്ചെത്തുന്നത് വരെ തിരിച്ചു പോകുന്നത് നീ അല്ല, ഈശോയാണ്. കാരണം നിന്റെ ഉള്ളിൽ ഇപ്പോൾ ആര് വന്നു? ഈശോ വന്നു. മാത്രമല്ല, ഇപ്പം നീ അവനിലും 2 പേരല്ല, ഒരാളാണ്. ആ സമയത്ത് ഇനി ശ്രദ്ധിക്കുക, ആ സമയത്ത് നിങ്ങൾ ഒരു പ്രാർത്ഥന നടത്താൻ പറ്റുമോ എന്ന് ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ്. എൻ്റെ വീട്ടിലൊരു പ്രശ്നമുണ്ട്. ഞാൻ പറയില്ലേ, ഒരു 3 നിയോഗം ഞാൻ കമാൻഡ് ചെയ്തു.
റിക്വസ്റ്റ് ചെയ്യല്ല ചെയ്തത്. കാരണം എൻ്റെ ഉള്ളിൽ ആരാണ്? ഈശോയാണ്. പറയുമ്പോൾ അഹങ്കാരം എന്ന് വിചാരിക്കല്ലേ. കുർബാന സ്വീകരിക്കുന്ന സമയത്ത് സ്വീകരിച്ച അത്രയും സമയം ഞാനില്ല, ആരേ ഉള്ളൂ? ഈശോയേ ഉള്ളൂ. എനിക്ക് റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല, എനിക്ക് കമാൻഡ് ചെയ്യാം. ഈ ജോലി എനിക്ക് കിട്ടി, ഈ പ്രശ്നം മാറട്ടെ, ഈ വാതിൽ തുറക്കപ്പെടട്ടെ. പറയുന്നത് ജിൻസല്ല, പറയുന്നത് ഈശോയാണ്. പറയുന്നത് അന്നമ്മയല്ല, പറയുന്നത് ഈശോയാണ്. പറയുന്നത് അവറാച്ചൻ ചേട്ടനല്ല, ഈശോയാണ്. അറ്റ്ലീസ്റ്റ് മിനിമം ആ കുർബാന സ്വീകരിച്ച് കസേരയിലോട്ട് പോകുന്നവരെ സ്വീകരിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ആ സമയത്ത് റിക്വസ്റ്റ് ഇല്ല, നോ റിക്വസ്റ്റ്, കമാൻഡ്. ഈശോ പറയട്ടെ. ഈശോ പറയാണ് എൻ്റെ വിവാഹം നടക്കട്ടെ എന്ന് കമാൻഡ് ചെയ്യണം. ഈശോ പറയാണ് ഈ കടം മാറട്ടെ, കമാൻഡിങ്. ഈശോയോട് ആ സമയത്ത് നിങ്ങൾ ഒന്ന് ചോദിക്കണം, ഈശോയെ കടം മാറ്റി തരണേ. ചോദിക്കാതെ ഉള്ളിൽ ആരാണ്? ഈശോയാണ്. അങ്ങനെ പോലും ചിന്തിച്ച പോരാ. ദേ ഇപ്പം ഞാനില്ല, ഈശോയേ ഉള്ളൂ, ഐ കമാൻഡ്. അത് തുറക്കപ്പെട്ടേ മതിയാവും. എടുത്ത് പറയാൻ എൻ്റെ മുമ്പിൽ ഒരു 3 ഉദാഹരണം. ഇച്ചിരി പ്രൈവസി ഉള്ളതുകൊണ്ടാണ് ആളുകളെ പറയാത്തതും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതത്തെക്കുറിച്ച് പറയാത്തതും. ഒറ്റ ഉറപ്പിത്രയും തരികയാണ്, ഞാൻ വിചാരിച്ചത് അതൊരിക്കലും നടക്കത്തില്ല എന്നാണ്. അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു വിഷയമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇത് ശക്തമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു. ഇതൊരു കൾട്ടായിട്ട് മാറരുത്. വിശുദ്ധ കുർബാന പൂർണ്ണമായിട്ട് പങ്കെടുത്ത് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ ഇത് നടക്കത്തുള്ളൂ. ആ സമയത്ത് മാത്രം കയറി വന്നിട്ട് ഈശോ ഞാൻ ഇതാ പറയുന്നു എന്ന് പറഞ്ഞു. അത്രയും കൃപയിൽ നിലനിന്നുകൊണ്ട് നിങ്ങൾ പറയണം. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും അടുത്ത വിശുദ്ധ കുർബാനയിൽ അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കട്ടെ. നിങ്ങൾ അർപ്പിക്കുന്ന ആ പരിശുദ്ധ ബലിയിൽ അത് സംഭവിക്കട്ടെ. ആമേൻ. പറഞ്ഞേ ഹല്ലേലൂയ. പിടികിട്ടുന്നുണ്ട്. ഓരോ കൂദാശയിലും പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കും. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയത്തും പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കും. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഇപ്പോൾ കൂദാശകളിലൂടെ പരിശുദ്ധാത്മാവ് നിറയുന്ന അറിയുക. അടുത്ത 2 കൂദാശകൾ നമ്മൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കാൻ പോകുന്നത് വിവാഹം, തിരുപ്പട്ടം. നോക്ക്, ഒരമ്മ ജന്മം നൽകി, അമ്മ കൈപിടിച്ച് നടത്തുന്നു, അമ്മ കഴുകി കുളിപ്പിക്കുന്നു, അമ്മ ഭക്ഷണം കൊടുക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വീടുകളിൽ കൂടുതലും അപ്പനാൾ ഭയങ്കര സീരിയസ് ആണെങ്കിലും മക്കൾക്ക് വേണ്ടി മക്കളുടെ ഭാവിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് അമ്മമാരായിരിക്കും. ആണോ ആവോ ആന്ന് തോന്നുന്നു. കെട്ടിയവൻ ഇങ്ങനെ രാത്രി 12 മണിക്കൊക്കെ വിളിച്ച് ചേർത്തിട്ട് ചെറുക്കം വലുതായി കല്യാണം കഴിപ്പിക്കണ്ടേ എന്നൊക്കെ ചോദിക്കുന്നത് മിക്കവാറും അമ്മമാരായിരിക്കും, സാധ്യത കൂടുതൽ. അതായത് ഒരു അമ്മയായി നിന്നുകൊണ്ട് ഈ മകളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് വഴി തിരിച്ചു വിടാൻ ഈ സഭയാകുന്ന അമ്മ പരിശുദ്ധാത്മാവോട് ചേർന്ന് തീരുമാനമെടുക്കുന്ന സമയമാണ്. 1 വിവാഹം, 2 തിരുപ്പട്ടം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈ 2 കൂദാശകൾ ഞാൻ ഒരുമിച്ച് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. ഈ 2 എണ്ണത്തിലും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ഉടമ്പടി. എന്നുറക്കെ പറഞ്ഞത് എന്താണ്? ഉടമ്പടി 2 എണ്ണത്തിലുണ്ട്. ഞാനൊരു വൈദികനാണ്. ഞാനൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടോ? പറ. എന്തുടമ്പടി എടുത്തേക്കുന്നത്? കർത്താവെ, ഈ പട്ടം കിട്ടുന്ന ഈ സമയം മുതൽ, ഇന്നു മുതൽ ഞാൻ നിൻ്റെതാണ്, നീ എൻ്റേതും. ഞങ്ങളെ വിളിക്കുന്നതാണ് കോൺസെക്രേറ്റഡ് ലൈഫ്, മാറ്റിവെക്കപ്പെട്ട ജീവിതം. കദോഷ്, ദൈവത്തിൻ്റെ മാറ്റിവെക്കപ്പെട്ടവർ. ഉടമ്പടി ആരുമായിട്ടാണ് ഞങ്ങൾക്കുള്ളത്? ദൈവവുമായിട്ട്. വേറെ ആരും അതിനകത്തോട്ട് സ്പേസ് ഇല്ല. ആരെയെങ്കിലും ഞാൻ സ്പേസ് കൊടുത്താൽ എന്നെ സംഭവിക്കുന്നത്? വിശുദ്ധി നഷ്ടപ്പെടുക എന്നൊന്നല്ല പറയണ്ടേ, ഉടമ്പടി ബ്രേക്ക് ചെയ്തു. ക്ലിയർ ആണോ? ഇവിടെ വന്ന ആൾക്കാർ കുമ്പസാരത്തിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ സംശയം ചോദിക്കാറുണ്ട് ധ്യാനത്തിനിടയ്ക്ക്. അച്ഛാ, കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തച്ചാ തെറ്റിച്ചാ, ഇനി എന്നാ ചെയ്യണം? അതിനുള്ള പാപപരിഹാരം തരാമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, സഭ ഔദ്യോഗികമായിട്ട് അങ്ങനത്തെ ഒരു പാപത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കൃപാസനത്തിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, അതിൻ്റെ ഒരു ഉടമ്പടി തെറ്റിച്ചതിൻ്റെ പേരിൽ നെഞ്ച് പൊട്ടുന്ന മനുഷ്യരുണ്ട്. പക്ഷേ നിങ്ങൾ വളരെയധികം ഒന്ന് ശ്രദ്ധിക്കണം. തിരുപ്പട്ടം നിങ്ങളാരും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല, കുടുംബജീവിതം സ്വീകരിച്ചവരാണ് നിങ്ങൾ. ഒരു ഉടമ്പടി നിങ്ങൾ വിവാഹം എന്ന കൂദാശയിൽ എടുത്തിട്ടുണ്ട്. ആരോട്? കെട്ടിയോളോടല്ല, നിങ്ങൾ ദൈവത്തോടെടുത്ത ഉടമ്പടിയാണ്. ഐ ടെൽ യു, ഇത് സീരിയസ് ആയിട്ട് എടുക്കണം. നിങ്ങൾ എന്നെ കുറ്റം പറയരുത്. നിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന ആ വഴക്കുകൾ, സിമ്പിൾ വഴക്കുകളെ കുറിച്ചല്ല, അതികഠിനമായ പിണക്കങ്ങൾ, ഒരു വീട്ടിൽ 2 മുറിയിൽ കിടക്കുന്ന ജീവിത പങ്കാളികൾ, നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ ഉടമ്പടി ബ്രേക്ക് ചെയ്തു. അവനോടുള്ള ഉടമ്പടിയല്ല, ഇന്നു മുതൽ മരണം വരെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കാം എന്നുള്ള ഉടമ്പടി ആരോടാണ് എടുത്തേ? ദൈവത്തോടാണ് എടുത്തത്. സീരിയസ് ആയിട്ട് എടുക്കണം. അവിടെ പോയി ഉടമ്പടി എടുക്കുമ്പോഴും വീട്ടിൽ 2 പേരും തമ്മിൽ അടിയാണ്. സംഗതി പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളാണ്. അത് തെറ്റിക്കുന്നതിൽ നമുക്കൊരു സങ്കടമില്ല. പക്ഷെ ബാക്കി ചില കാര്യങ്ങൾ നമ്മുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലിറ്ററലി ആണല്ലോ. അല്ലാതെ വേറെ നിത്യജീവൻ കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ടുണ്ടോ കൃപാസനത്തിൽ? ജോസഫ് അച്ഛനെ ഞാൻ വിളിച്ചു ചോദിക്കും, അങ്ങനെ ഒരു നിയോഗം വെച്ച് ഉടമ്പടി എടുത്തവർ എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവരണേ അവരെ? ഇല്ലല്ലോ. ഇല്ല.
നമ്മൾ അത്രയും വലിയ പരിശുദ്ധരൊന്നുമല്ല. വെറും സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം ഉടമ്പടി എടുക്കുന്നവരാണ്. അതുകൊണ്ടാണ് നമുക്ക് സങ്കടം. ഉടമ്പടി ബ്രേക്കായിപ്പോയി, ഇനി വീണ്ടും തിരി മേടിക്കണം, ഇനി വീണ്ടും പത്രം മേടിക്കണം. എന്തൊരു സങ്കടം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവുമായിട്ട് നേരിട്ടെടുത്ത ഉടമ്പടിക്ക് ഒരു ഉളുപ്പും ഇല്ലാണ്ടത് പൊട്ടിക്കാൻ, അതിനെക്കുറിച്ച് ഒരു റിഗ്രറ്റും ഇല്ലാതെ പിന്നെയും പോയി മുട്ടുകുത്തി നിൽക്കാനും മടിയില്ലല്ലോ. ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. നമ്മളെ എന്ത് ചീപ്പ് ക്രിസ്ത്യാനികളാണെന്ന് ഓർത്ത് വയ്ക്കാം. വഴക്കുണ്ടാകും. എൻ്റെ അപ്പനും അമ്മയും തമ്മിൽ വഴക്കുണ്ടായിട്ടുണ്ട്. വഴക്കില്ലെങ്കിൽ ആ കുടുംബം നല്ലപോലെ അഭിനയിക്കാൻ പഠിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആ ഉടമ്പടിയെ വളരെയധികം ശ്രദ്ധിക്കണം. ആ ഉടമ്പടി എന്ന് വെച്ചാൽ മാറ്റി വെക്കപ്പെട്ടു. നീ ഒരു വൈദികനാവട്ടെ, നീ ഒരു സന്യസ്തയാവട്ടെ, വിവാഹ ജീവിതം നയിക്കുന്ന ഒരാളാവട്ടെ, ദൈവത്തിന് വേണ്ടി മാറ്റി വെക്കപ്പെട്ടവരാണ്. ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ഈശോയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആണ്. കുടുംബജീവിതം നയിക്കുന്ന നിങ്ങൾ ഭാര്യയും ഭർത്താവും ദൈവത്തിലേക്ക് മാറ്റി വെക്കപ്പെട്ടവരാണ്. അതിനകത്തേക്ക് ഒരു സംശയത്തിൻ്റെ നിഴലോ ഒരു മൂന്നാമത്തെ ആൾക്ക്, ഒരു വ്യക്തിക്ക് ഉള്ള ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ആ വിശുദ്ധ ബന്ധം എന്ന് പറയും. ഞാനതിനെ ഇപ്പോൾ ഒറ്റ വാക്കിൽ ഉടമ്പടി തെറ്റിക്കൽ എന്ന് വിളിക്കും. കാരണം അതാണ് അതിൻ്റെ ഏറ്റവും നല്ല വാക്ക്. ഇതിൽ പ്രാർത്ഥിച്ചൊരുങ്ങണം. പരിശുദ്ധാത്മാവെ, എനിക്കുള്ള വിളി ഇതാണോ? വിവാഹ ജീവിതം ദൈവവിളി ഞങ്ങൾ പ്രാർത്ഥിച്ചല്ലേ എടുക്കുന്നത്. ബ്രദർ പ്രാർത്ഥിച്ചെടുക്കുക. എത്ര വർഷമായി? ഡിഗ്നായി? വെരി ഗുഡ്. പ്രാർത്ഥിച്ചെടുക്കുക. ഇനിയുള്ള അങ്ങോട്ടുള്ള തീരുമാനവും പ്രാർത്ഥിച്ചുകൊണ്ടാണ്. നിങ്ങൾ വിവാഹത്തിന് വേണ്ടി അത്രയും പ്രാർത്ഥിക്കാറുണ്ടോ? ഞങ്ങൾ 12 വർഷം ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾ എത്ര വർഷം ഒരുങ്ങുന്നുണ്ട്? ബ്യൂട്ടി പാർലറിലെ ചേച്ചിയുടെ ടൈമിങ് പോലെ അത്രയും ഞങ്ങൾ ഒരുങ്ങാറുണ്ട്. അങ്ങനെയാണോ? ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എടുക്കാൻ പോകുന്നത്, ഞാൻ അച്ഛനാകാൻ പോവുകയോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുകയല്ല, ഞാനൊരു ഉടമ്പടി എടുക്കാൻ പോവാണ്. ആരുമായിട്ടാ? ദൈവമായിട്ട്. ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. കുഞ്ഞുമക്കൾ, യുവജനങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നവർ ഓർത്തോണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് മാര്യേജ് ഗൈഡൻസ് കോഴ്സ് കൂടി പ്രിപ്പയർ ചെയ്യല്ല, ഉടമ്പടിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ഓർത്തോണം. പ്രാർത്ഥിച്ചൊരുങ്ങുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം അതിൽ നിങ്ങളെ ഐക്യപ്പെടുത്തുന്നത്, ഒരു ജീവിത പങ്കാളികളെ തമ്മിൽ, ഭാര്യയും ഭർത്താവിനും തമ്മിൽ ഐക്യപ്പെടുത്തുന്ന ആ സ്നേഹത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. വീട്ടിൽ വഴക്കുണ്ടായെന്നല്ല പറയേണ്ടത്, രണ്ടുപേരും തമ്മിൽ മിണ്ടുന്നില്ല എന്നല്ല പറയേണ്ടത്. ആരിറങ്ങിപ്പോയി? പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. ഈ കാര്യത്തെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ ഒരവിശുദ്ധമായ ബന്ധം മറ്റൊരാളുമായിട്ടുണ്ടായാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ വ്യാഖ്യാനങ്ങൾ തരുന്നില്ല, നിങ്ങളെ ഐക്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന തെറ്റാണ്. അത് സീരിയസ് ആണോ? ഈശോ പറഞ്ഞു അത് ക്ഷമിക്കപ്പെടില്ല എന്ന്. കുടുംബജീവൻ നയിക്കുന്ന നിങ്ങൾ വളരെയധികം സീരിയസ് ആയിട്ട് ഈ കാര്യം ശ്രദ്ധിച്ചോണം. ഒരു മെസ്സേജ്, ഒരു ഹൃദയം മുറിച്ച് കൊടുക്കുന്ന പരിപാടികൾ, ഷെയറിങ്, നോ. നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ തന്നിട്ടുണ്ട്. നിങ്ങളുടെ വഴക്കും നിങ്ങളുടെ സങ്കടങ്ങളും നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരാതിയും നിങ്ങളുടെ കുറവുകളും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈശോ ഇയാളെ തന്നേക്കണം. വേറെ ആരെയും അതിൻ്റെ അകത്തോട്ട് കയറ്റരുത് പ്ലീസ്. മുമ്പേ വചനത്തിൽ പ്രാർത്ഥിച്ചു, തലമുറ അനുഗ്രഹിക്കപ്പെടും. പക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവില്ലെങ്കിൽ ആ കുടുംബം തകരും, തലമുറ തകരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. വളരെ സീരിയസ് ആയിട്ട് ഇത് എടുക്കണം. കുടുംബജീവിതം നയിക്കുന്നവർ വളരെ പ്രത്യേകമായിട്ട് കോൺസെൻട്രേറ്റഡ് ലൈഫ്, വിശുദ്ധ ജീവിതത്തേക്ക്, കർത്താവിൻ്റെ അൾത്താരയുടെ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടവർ വളരെയധികം നിങ്ങളെക്കാട്ട് കൂടുതൽ ശ്രദ്ധയോടെ ജീവിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അവരുടെ ജീവിതങ്ങളിലേക്കും കയറി ചെല്ലരുത്. പിടികിട്ടുന്നുണ്ടോ? അച്ഛനായിട്ട് ജീവിച്ചോട്ടെ, സിസ്റ്ററായിട്ട് ജീവിച്ചോട്ടെ. അവരാർക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്? ഈശോയ്ക്ക് വേണ്ടി. അവർ ചിലപ്പോൾ ശ്രദ്ധ തെറ്റിയവരുണ്ടാകും, വഴി മാറിപ്പോയവരുണ്ടാകും. നിങ്ങൾ കാരണം ശ്രദ്ധ തെറ്റാതെ, നിങ്ങൾ കാരണം വഴി തെറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. തിരികല്ലായിരിക്കുകയല്ല കഴുത്തെ കെട്ടുന്നത്. മനസ്സിലായോ? ഞാൻ കാരണം കോൺസെൻട്രേറ്റഡ് ആയ ഒരാൾ വഴി തെറ്റില്ല എന്ന് തീരുമാനിക്കുക. തെറ്റുന്നുണ്ട്, തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കാരണം അതുണ്ടാവരുതെന്ന് ദൈവമക്കളെ ശ്രദ്ധിക്കണം. നിങ്ങൾ കാരണം ഒരാൾ പോലും വഴി തെറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ വഴി തെറ്റിയാൽ പരിശുദ്ധാത്മാവിനെതിരെ ചെയ്യുന്ന ഒരു പാപമായിട്ടത് മാറും. ഏറ്റവും അവസാനത്തെ കൂദാശ, ഈ അമ്മ നല്ല സൗഖ്യത്തിൻ്റെയും മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി സഭയുടെ കുഞ്ഞുങ്ങളെ ഒരുക്കുന്ന ശുശ്രൂഷയാണ് രോഗി ലേപനം. പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായ തൈലം പൂശി പ്രാർത്ഥിച്ചുകൊണ്ടാണ് രോഗി ലേപന ശുശ്രൂഷ നടക്കുക. നമുക്ക് പരിശുദ്ധാത്മാവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ഘട്ടം മുതൽ അവസാന ഘട്ടം വരെ സ്ഥിരമായി പരിശുദ്ധാത്മാവിൽ നിലനിൽക്കാനുള്ള 7 വഴികളാണ്, 7 വാതിലുകളാണ് സഭയുടെ കൂദാശകൾ. അതിനോട് എതിരിടരുത്, അതിനെതിരെ പോവരുത്, അതിനെതിരെ സംസാരിക്കരുത്. സ്വീകരിക്കാൻ പറ്റുന്ന കൂദാശകൾ കൂടെ സ്വീകരിക്കുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞത് അവസാനിപ്പിക്കാം. പ്രിയപ്പെട്ട സ്വരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിരന്തരം നിലനിൽക്കാനുള്ള രണ്ടാമത്തെ കാര്യമാണ് വചന വായന.
ബൈബിൾ മുഴുവനായിട്ട് വായിച്ചിട്ടുള്ളവരെന്ന് കയർത്താവോ? ബൈബിൾ ഒരു തവണയെങ്കിലും മുഴുവനായിട്ട് വായിച്ചുള്ളവർ, ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നവർ, അത് തീർക്കാൻ വേണ്ടി വായിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടോ? തീർത്താലും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുക. എപ്പം വരെ? അവസാനം വരെ. വെളിപാടിൻ്റെ അവസാനം വരെ അല്ല, നിങ്ങളുടെ വെളിവ് പോകുന്നവരെ വായിച്ചു, എന്നുവെച്ചാൽ മരിക്കുന്നവരെ വായിച്ചു. എല്ലാ ദിവസവും അല്പമെങ്കിലും വായിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മ വചനം മാംസമായി എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? കർത്താവിൻ്റെ മാല ചെല്ലുമ്പോൾ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ ശരിക്കും വചനം മാംസമായി ആരുടെ ഉള്ളിലാണ് വസിച്ചേ? പരിശുദ്ധ അമ്മയുടെ ഉള്ളിൽ. പരിശുദ്ധാത്മാവ് നിറഞ്ഞതും വചനം നിറഞ്ഞതും ഒരുപോലെയാണ്. അവൾ പരിശുദ്ധാത്മാവാൽ ഗർഭിണിയായി. ആരുള്ളിൽ നിറഞ്ഞു? വചനം മാംസമായി. എപ്പോ? പരിശുദ്ധാത്മാവ് വന്നപ്പോൾ. അപ്പോൾ സ്ഥിരമായി പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ വചനം നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കണം, വചനം വായിച്ചുകൊണ്ടിരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഈ വചനം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. 2 തിമോത്തി. എൻ്റെ ശബ്ദം നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാവോ? ഇന്നലത്തെ എൻ്റെ ഇപ്പോഴാണ് ശബ്ദം പോയി കിട്ടുന്നതെന്ന് തോന്നുന്നു. അടുത്ത 2 ദിവസം എനിക്ക് ശുശ്രൂഷയില്ല. ആമേൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിച്ചേ, ഈശോയുടെ വചനത്തെക്കുറിച്ച്, ദൈവവചനത്തെല്ലാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു നിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ ശ്വാസം അതിനകത്തുണ്ടെന്ന് നമുക്കറിയാവുന്ന ഒരു വചനമുണ്ട്. 2 തിമോത്തി 3:16. ദൈവവചനമെല്ലാം ദൈവ നിവേശിതമാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസം, കാറ്റ് കിട്ടുന്നതാണ് ഓരോ വചനത്തിലും. നോക്ക്, ഈ ബൈബിൾ മുഴുവൻ നിങ്ങൾ വായിച്ചു തീർത്തു. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഒരു ഉപമയായിട്ട് അതിനെ എടുക്കരുത്. ഓരോ പേജ് മറിയുമ്പോഴും ഒരു കാറ്റ് കിട്ടുന്നുണ്ട്. ശരിയാണോ? ലിറ്ററലി ഒരു കാറ്റ് കിട്ടുന്നുണ്ട്. ആ കാറ്റിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. ചുമ്മാ രാവിലെ എഴുന്നിട്ട് ചിക്ക് 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 വായിക്കുകയല്ല, അല്ല മറിച്ചു വിടുകയല്ല. ഓരോ പേജ് മറിയുമ്പോഴും, വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ താളുകളും മറിയുമ്പോഴും ഈ കാറ്റ് നിങ്ങളിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജീവശ്വാസം, ഈശോയുടെ ശ്വാസം ഈ വിശുദ്ധ വചനത്തിൽ ഉണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷം പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാമത്തെ അധ്യായം 63-ാമത്തെ വാക്യം എടുക്കാം. ജോൺ 6:63. യോഹന്നാൻ 6:63 എടുക്കാമോ? വായിച്ചേ. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക്. ആരുടെ വാക്ക്? ഞാൻ പറഞ്ഞ വാക്ക്. ഈശോയുടെ വാക്ക് ആത്മാവും ജീവനുമാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ വചനം കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ആരെ കിട്ടുന്നു? പരിശുദ്ധാത്മാവിനെ കിട്ടുന്നു. ഇപ്പോൾ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവവചനത്താൽ നയിക്കപ്പെടുക. എല്ലാ ദിവസവും വചനം വായിക്കുക. വചനം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്താണ്? യാക്കോബ് 1:5 നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചാൽ, നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ. വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ജ്ഞാനം നിറയും. പ്രത്യേകിച്ച് എപ്പോൾ വായിക്കുമ്പോൾ, ബൈബിളിൽ തന്നെ അങ്ങനെ ഒരു വചനം വായിക്കാൻ ഒരു സമയത്തെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട്. ഏത് സമയത്താണ് വായിക്കേണ്ടത്? എപ്പോൾ വേണേലും വായിക്കാം, അല്ലേ? അതിരാവിലെ ഉണർന്ന് ദൈവവചനത്തിൽ തീവ്ര അഭിനിവേശം നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് കിട്ടും? ജ്ഞാനം കിട്ടും. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക, ജ്ഞാനത്തിന് വേണ്ടി ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, കിട്ടാനുള്ള വഴി തുറന്നു നോക്കണം. എവിടെ? തീവ്ര അഭിനിവേശത്തോടെ, തീവ്ര അഭിലാഷത്തോടെ വചനം വായിക്കുക. വചനം വായിക്കുന്നവർക്ക് ജ്ഞാനം കിട്ടും. ജ്ഞാനം എന്താണെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ജ്ഞാനം ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയാണ്. ആ ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കിട്ടിയാൽ വഴി തെറ്റത്തില്ല. വഴി തെറ്റാതിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. പരിശുദ്ധാത്മാവിനെ കിട്ടണമെങ്കിൽ വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ ജ്ഞാനം കിട്ടും. ക്ലിയർ ആവുന്നുണ്ടോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ജ്ഞാനത്താൽ നയിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടാകട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവാത്മാവിനാൽ നയിക്കപ്പെട്ട് ജ്ഞാനം നിറഞ്ഞവരെ കർത്താവിന് വലിയ ഇഷ്ടമാണ്. ജ്ഞാനം നിറഞ്ഞവർ കർത്താവിൻ്റെ സുഹൃത്തുക്കളാണെന്ന് പറയുക. ആ സുഹൃത്തുക്കളോട് കർത്താവ് തൻ്റെ ഹിതം സംസാരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ തീരുമാനങ്ങൾ അറിയണമെങ്കിൽ, കർത്താവിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ വചനം ധ്യാനിക്കുക, വായിക്കുക, പ്രാർത്ഥിക്കുക, അഭിഷേകത്തിൽ നിലനിൽക്കുക. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ 2 ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. പരിശുദ്ധാത്മാവേ, ജ്ഞാനമായി അഭിഷേകമായി ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. സൃഷ്ടാവായ പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് വസിക്കണമേ. അങ്ങ് സൃഷ്ടിച്ച ഹൃദയങ്ങളെ ദൈവിക കൃപയാൽ നിറയ്ക്കണമേ. ചൈതന്യമായി 7 വരദാനങ്ങളായി
ഫലങ്ങളായി ഞങ്ങളിലേക്ക് നിറയണമേ. ദൈവഹിതത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച ഞങ്ങളെ നിറയ്ക്കണമേ. സ്ലേഹന്മാരിൽ നിറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ.